ഹലോ, പോലീസ് സ്റ്റേഷനിലെ? അതെ, പോലീസ് സ്റ്റേഷൻ. ഇത് ഞാനാണ് സാർ. ആ, ഞാനെന്ന് പറഞ്ഞ ആരാണ് മിസ്റ്റർ? നിങ്ങൾക്ക് പേരൊന്നുമില്ലേ? സാറിനൊരു പ്രധാനപ്പെട്ട വാർത്ത തരാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത്. നിങ്ങൾ എന്താണ് മീൻ ചെയ്യുന്നത്? പ്ലീസ് മേക്ക് ഇറ്റ് ക്ലിയർ. സാർ, രാജഗിരിക്കടുത്തുള്ള കുന്നത്തുമല ചെക്ക് പോസ്റ്റിൽ ഇന്ന് രാത്രി 12 മണിക്ക് കഞ്ചാവ് നിറച്ച ഒരു ലോറി എത്തും. അവിടെ കൈക്കൂലി കൊടുത്ത് ആ ലോറി കേരളത്തിലേക്ക് കടക്കും. ലോറി നമ്പർ KLE 7761. ഉടമ ആരാണെന്നറിയണ്ടേ? കല്ലൂക്കാരൻ കുട്ടപ്പായി. നീ ഇങ്ങോട്ടൊന്ന് വേഗം വന്നേ. എടി നോക്കിക്കേ, നമ്മളെ റോഹിച്ചന്റെ പണസഹിതം ആ പത്രത്തിലെ വാർത്ത വന്നിരിക്കുന്നേ. ആ, രാജഗിരിയിൽ കോടികളുടെ കഞ്ചാവ് വേട്ട. അടുത്ത കാലത്തുണ്ടായ ഏറ്റവും വലിയ കഞ്ചാവ് വേട്ടയാണിത്. കോലഞ്ചേരിയിലെ പ്രമുഖ ബിസിനസ്സുകാരനായ കല്ലൂക്കാരൻ കുട്ടപ്പായുടേതാണ്. ഇനി അടുത്ത കൊല്ലാപ്പായോ? നീ ഒന്ന് ചുമ്മാ ഇരിക്കണേ. കറിയാച്ചന്റെ മോനാവൻ. പണ്ടവനോട് ജോലി രാജിവെക്കാൻ പറഞ്ഞതാ ഈ പാർട്ടി. ഇപ്പൊ കണ്ടു അവന്റെ തൊപ്പിയുടെ വില. റോയിക്കുഞ്ഞിന് ഈ രഹസ്യങ്ങളൊക്കെ ചോർത്തി കൊടുക്കുന്നത് ആരാണെന്ന് അറിയാമോ? ആരാ? നീയാ? ഏയ്, ഒന്ന് പറഞ്ഞു തുലക്കടാ. ആ കല്ലൂക്കാരന്റെ ഡ്രൈവറില്ലേ, ഓന്തുമത്തായി, അവനാ. സത്യമാ മോലാളി. നീ ഇവിടെ ചുറ്റിത്തിരിഞ്ഞ് ഇവിടുത്തെ രഹസ്യങ്ങൾ അങ്ങോട്ട് ചോർത്തുന്നുണ്ടോ? അയ്യേ, അതിനെന്നെ കിട്ടൂല. ഞാൻ അന്തസ്സുള്ള ഫാമിലി ജനിച്ചവനാ. പള്ളിപ്പറമ്പുകാരെന്ന് കേട്ടിട്ടുണ്ടാ? ഇതുപോലെ അന്തസ്സൊറ്റൊരു ഫാമിലി ഈ വേൾഡിലില്ല. അത് ഈ പത്രത്തിലോട്ട് ഉണ്ടോ? ആ ഓന്താൻ എന്തിനാണ് ഈ പണിയൊക്കെ ചെയ്യുന്നേ? അതൊരു ചരിത്രമാണ് മോലാളി. നീ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാ പറ. മോലാളി, അവൻ സ്നേഹിച്ച് ലാളിച്ചിരുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. കളഞ്ഞു. ഒരു കഥയുടെ കണ്ടിന്യൂറ്റി കളഞ്ഞു. നശിച്ച ഫാൻ. ആ, കറിയാച്ചനാ? എടാ കറിയാച്ച, തന്റെ പോലീസ് മോൻ എനിക്കിട്ടുണ്ടാക്കിയ നഷ്ടം എത്രയാണെന്ന് അറിയിക്കാനാ വിളിച്ചേ. എടാ, കാഞ്ഞിരപ്പള്ളിക്കാർ ശൗര്യം കാണിക്കുന്നേ. എനിക്ക് നഷ്ടപ്പെട്ട ലക്ഷങ്ങൾക്ക് പകരം നിന്റെ കണ്ണീര് കൊണ്ട് ഞാൻ പകരം ചോദിക്കും. ഈ പറയുന്ന കല്ലുക്കാരൻ കുട്ടപ്പായ. ഒരുത്തനെ പിടിച്ചകത്താക്കാൻ പോലീസിന് എന്നേലും കാരണം വേണോടൂ. അവളുമായിട്ടുള്ള കല്യാണം മുടങ്ങിയതിന് അവിടെ വീട്ടിൽ ചെന്ന് ഒച്ചപ്പാടുണ്ടാക്കിയത് കണ്ടവരുണ്ട്. പിന്നെ അവന്മാരുടെ കടയുടെ പേരുള്ള ജീപ്പും. ഇതിൽ കൂടുതൽ എന്നാ തെളിവാണ് എനിക്ക് വേണ്ടേ? എടോ കുട്ടപ്പായി, തനിക്ക് സ്വന്തം ചോരോട് സ്നേഹം തോന്നി തുടങ്ങിയോ? അതോ എന്തായാലും കുട്ടൻസ്? താൻ പറഞ്ഞത് നേരാ. ചോരക്കൊതി തന്നെയാ. കാഞ്ഞിരപ്പള്ളിക്കാരുടെ ചോരയോടുള്ള കൊതി. അവളും തള്ളയും ഏത് നരകത്തിൽ പോയാലും കുട്ടപ്പായിക്ക് ഒരു ചുക്കുമില്ല. പക്ഷെ ആ തെമ്മാടികളുടെ ചോര എനിക്ക് കാണണം. പക്ഷേ അതൊക്കെ ഇച്ചിരി ചിക്കിളി വീശേണ്ടി വരും. ആനവായിൽ അമ്പഴങ്ങാന്ന് പറഞ്ഞ പോലെ ആണല്ലോ തന്റെ കാര്യം. ആ, നാളെ ആരെങ്കിലും ഹോട്ടലിലേക്ക് വിട്ടേരെ. പക്ഷേ ഒരു കാര്യം, ജാമ്യമില്ലാ വകുപ്പിൽ തന്നെ വേണം അവന്മാരെ പിടിച്ചകത്താക്കാൻ. റബ്ബർ കച്ചവടവും ബ്ലേഡും ഒക്കെ പോരാഞ്ഞിപ്പോ പെണ്ണുമോഷവും തുടങ്ങിയടാ. മനസ്സിലായില്ല? അയ്യോ പാവം, സാറിനൊന്നും അറിയില്ല. ആ ചുങ്കത്താനത്തെ ദീനമ്മയുടെ മോളെ തട്ടിക്കൊണ്ടുപോയത് നീയും നിന്റെ അനിയനും കൂടെ അല്ലടാ. സാറേ, ഞാനൊന്നും ഞൊടിച്ചാൽ അവൾ എന്റെ കൂടെ ഇറങ്ങിപ്പോരും. പിന്നെ എന്തിനാ തട്ടിക്കൊണ്ടു പോകുന്നേ? പ്രസംഗമൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട്. ഇപ്പൊ നീ വണ്ടി കയറ്. സമര, ഞാൻ സാറിന്റെ കൂടെ പോയിട്ട് വരാം. ജോണി വരുമ്പോ സ്റ്റേഷനിലേക്ക് വരാൻ പറ. ശരി സാർ. ഹലോ, പോലീസ് സ്റ്റേഷൻ അല്ലേ? SI റോയി സെക്രട്ടറി ഉണ്ടോ? അവന്റെ ഫാദറാ. എവിടെ പോയി?
എന്നതാ റോയിച്ചിനെങ്ങോട്ട് പോയി? അവൻ ആ കഞ്ചാവ് കേസിന്റെ ഏതാണ്ട് ആവശ്യത്തിന് രാജഗിരി സ്റ്റേഷൻ വരെ പോയിരിക്കുക. വരാൻ വളരെ വൈകും. ഓ എന്റെ കറിയാച്ച ഇതൊരു സീരിയസ് നോൺ ബെയിലബിൾ അഫൻസ് ആണ്. IPC 366. അതെന്നാ ഒഫൻസാ? താനത് തെളിച്ചു പറ. ഒരു പെൺകുട്ടിയെ അന്യായമായി തട്ടിക്കൊണ്ടുപോയി തടങ്കലിൽ പാർപ്പിച്ചാൽ 10 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന കേസായത്. എന്റെ മക്കൾ അങ്ങനെ ചെയ്തിട്ടില്ല, ചെയ്യേയില്ല. പക്ഷെ പെറ്റീഷൻ അവരുടെ പേരിലാണല്ലോ. എന്റെ കർത്താവേ, അത്യാവശ്യത്തിനും തിരക്കിയ ആ ചെന്നൈക്കാരനെ ഒട്ടും കാണത്തുമില്ല. അയാളുടെ ഒടുക്കലത്തെ ഒരു ടൂറ്. മന്ത്രി പറഞ്ഞാലൊന്നും കോടതി കാര്യത്തിൽ രക്ഷയില്ല. കോടതിക്ക് അതിന്റേതായ ചില നിയമങ്ങളൊക്കെ ഉണ്ട്. മാറി. വേണ്ട, പോവല്ലേ. ദൈവത്തെ ഓർത്ത് ഞാൻ പറയുന്നതൊന്ന് കേക്ക്. തടയരുതന്നെ. എന്റെ മോനെ കൊന്നവന്റെ തല ഞാനറിയും. അപ്പച്ചനൊറ്റയ്ക്ക് അവിടെ ചെന്ന് അവരെല്ലാം കൂടി കൊല്ലും. ബേബിച്ചേനെ വിളിക്കാൻ പറ്റി.
കറിയാച്ചന്റെ മക്കളുടെ എണ്ണ എടുത്തപ്പോ നീ എന്നെ അങ്ങ് വിട്ടുകളഞ്ഞു. നിന്നെപ്പോലെ രക്തബന്ധത്തിന്റെ വില അറിയാത്തവരല്ലടാ കാഞ്ഞിരപ്പള്ളി കുടുംബക്കാർ. അത് നീ മറക്കണ്ട. നീ മോനെ, നമുക്ക് വീട്ടിലേക്ക് പോവാം. അപ്പച്ചമ്മ, 8 കൊല്ലം മുമ്പ് നിന്റെ മനസ്സ് കാണാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോടാ. നിന്നെ തിരിച്ചു വിളിക്കണമെന്ന് ഞാൻ പലവട്ടം ആശിച്ചിട്ടുണ്ട്. എന്നിട്ടും എനിക്കതിന് കഴിഞ്ഞില്ല. ആഗ്രഹമില്ലാഞ്ഞോണ്ടല്ല, നിന്നെ നേരിടാനുള്ള ശക്തി എനിക്കുണ്ടായിരുന്നില്ലടാ മോനെ. കല്ലൂക്കാരന്മാരുടെ കയ്യിൽ നിന്ന് എന്റെ ജീവൻ രക്ഷിക്കാൻ അവസാനം നീ തന്നെ വന്നു. അപ്പച്ചൻ ഇങ്ങനെയൊന്നും പറയരുത്. കഴിഞ്ഞതെല്ലാം മറക്കണം. എന്നെ ലാളിച്ചു വളർത്തിയ അപ്പച്ചനെ ഒരു പെണ്ണിന്റെ പേര് തള്ളിപ്പറഞ്ഞവനാണ് ഞാൻ. പക്ഷേ അവളെ ഉപേക്ഷിക്കാനും എനിക്ക് കഴിഞ്ഞില്ല. വാക്കു പാലിക്കാൻ കഴിയാത്തൊരു മകൻ കാഞ്ഞിരപ്പള്ളി കറിയാച്ചനുണ്ടാകരുതെന്നും കരുതി. നിങ്ങൾ ഈ പഴങ്കഥകളൊക്കെ പറഞ്ഞ് വെറുതെ സമയം കളയാതെ എങ്ങനെങ്കിലും എന്റെ മക്കളെ ഇറക്കിക്കൊണ്ട് വരാൻ നോക്ക്. അതിനുള്ള പേപ്പേഴ്സ് എല്ലാം ഞാൻ ശരിയാക്കിയിട്ടുണ്ടമ്മേ. നാളെ കോടതിയിൽ നിന്ന് അവർക്ക് ജാമ്യം കിട്ടും. കേസിന്റെ മറ്റു കാര്യങ്ങൾ ഗോവിന്ദമേനോനെ ഏൽപ്പിച്ചിട്ടുണ്ട്. മോനെ, അതിനു മുമ്പ് എനിക്ക് എന്റെ കൊച്ചുമോളെ ഒന്ന് കാണണം. അവളും ഈ വല്യപ്പച്ചനെ കാണാനായിട്ട് കാത്തിരിക്കുക. എന്തോ 2 വർത്താനം അവൾക്കും പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ ഇച്ചായം വെറുതെ ഇരിക്കുമെന്ന് കരുതിയോടാ. എന്താടാ ഇത്? കുട്ടപ്പായുടെ കാശിന്റെ ബലം കൊണ്ട് ഒരു ദിവസം വൈകി ഇറങ്ങാൻ അത്രയല്ലേ ഉള്ളൂ. വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. വാടാ. എന്റെ മക്കളെ, അല്ല, നമ്മളിങ്ങനെ ഇവിടെ നിന്നാ മതിയോ? അകത്തേക്ക് കയറണ്ടേ? വാ. ആ മക്കളെ, കഴിക്കാൻ വല്ലോണ്ട് കരുത്തിയാരെ? നല്ല വിശപ്പ്. ഊണ് കഴിക്കാം. ഒരുപാട് കറിയൊന്നുമില്ല കേട്ടോ. കുറച്ച് ഉണക്കമീൻ ഇരിപ്പുണ്ട്, അത് വറക്കാം. ആ ഉണക്കമീനുണ്ടെങ്കിൽ പിന്നെ എന്റെ മോന് വേറെ കറി ഒന്നും വേണ്ട. ദേവിജയൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, അപ്പൊ എന്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ലേ? പിന്നെ ചെറുപ്പത്തിലെ അമ്മച്ചോട് പിണങ്ങി കിഴക്കയിലെ നാണിപ്പണിക്ക് ഇത്തരം മുല കുടിച്ച കാര്യമല്ലേ? അങ്കിൾ, ഇവിടെ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. ഗസ്റ്റോ? ആ, ഒരു ചീഫ് ഗസ്റ്റ്. അതാരാ ഞങ്ങൾ അറിയാത്ത ഒരു ചീഫ് ഗസ്റ്റ്? പറയട്ടെ പപ്പ? വേണ്ട വേണ്ട വേണ്ട. ആരാ ബേബിച്ചേ? അത് പറയത്തില്ല, സസ്പെൻസ് ആണ്. പറ, ആരാ? പറയാ നീ. എന്നാ നേരിട്ട് പരിചയപ്പെടുത്താം. വാ. ആ സണ്ണി, ആ കുട്ടപ്പായുടെ അനിയന്മാര് ഇവളെ കൊല്ലാൻ ആളയച്ചതാ. ഏതോ ഒരു അജ്ഞാതന്റെ ഫോൺ സന്ദേശം വന്നുകൊണ്ട് എനിക്ക് രക്ഷിക്കാൻ കഴിഞ്ഞു. അവർ രണ്ടാളും കൂടി ഇരുന്ന് കൊച്ചു വർത്താൻ എന്തെങ്കിലും പറഞ്ഞോട്ടെ, ഞങ്ങൾ അങ്ങ് പോയേക്കാം. എടാ, ഒറ്റയ്ക്ക് അങ്ങനെ ഇരുന്ന് പറയാൻ സമയമായിട്ടില്ല. അതൊക്കെ ആ താലിച്ചേടൊന്നങ്ങ് വീണിട്ട്. ആ ബേബിച്ച, വാ ഇരിക്കെ. താങ്ക് യു. കേട്ടോടോ, മുടിയനായ പുത്രന്റെ ഒരു കഥയില്ലേ ബൈബിളില്? അതുപോലെ ഒരുത്തൻ ഇപ്പൊ കോലഞ്ചേരിയിലും എത്തിയിട്ടുണ്ട്. കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് കോലഞ്ചേരിക്ക് കെട്ടി ഏക്കർ കണക്കിന് ഭൂമിയും വളച്ചെടുത്ത് ഒരു നാട്ടുകാരി പെണ്ണിനെയും കല്യാണം കഴിച്ചപ്പോ മുടിയനായ പുത്രന്റെ തന്തയ്ക്ക് വാരി വിളയ്ക്കാൻ തുടങ്ങി. എന്നിട്ടിപ്പോ എന്നതാ പറ്റിയേ? പൊന്നാരപ്പങ്ങളുടെ നല്ല സ്വഭാവം കാരണം മനസ്സമ്മതവും മുടങ്ങി ഇപ്പൊ വീട്ടിലിരിപ്പാ. പട്ടിക്കഴുവരുടെ മാനെ, കൊച്ചന്മാരുടെ മതാലസ ക്ലബുകളിലും നക്ഷത്ര ഹോട്ടലിലും കിടന്ന് കുടിച്ചു കൂത്താടി തുണി പറിച്ച് ആടിയിട്ട്
കണ്ട കുഞ്ചായന്മാരുടെ ഒക്കെ കിടക്കയും പൊളച്ചിട്ട് വരുന്ന ഈ ഇരിക്കുന്ന നിന്റെ ഭാര്യ കൂത്തിച്ചെ പോലെയാണ് മറ്റുള്ള പെമ്പിളേരും നീ കരുതിയോടാ. പോക്കരത്തിനും പറയുന്നോടാ നിന്നെ ഞാൻ. ഓടാ. ഓ നൊന്തു. പരിശുദ്ധ വത്സമ്മയെ കുറിച്ച് പറഞ്ഞപ്പോൾ വിശുദ്ധ കുട്ടപ്പായ്ക്ക് നൊന്തു. ഇത്രയും ആക്കവും തൂക്കമുള്ളവൻ ഒരുത്തം വീട്ടിലിരുന്നിട്ട് കണ്ടവന്റെ നെഞ്ചിലെ ചൂട് കൊണ്ടാലേ നിന്റെ ഭാര്യയ്ക്ക് ഉറക്കം വരുള്ളൂ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാടാ നാറി. ഉണക്കമയും പൗലോസിന്റെ മകൾ എന്നാടി ഇംഗ്ലീഷ് പറയാൻ തുടങ്ങിയത്? ഇരിക്കടി ഇരിക്കടി. കാഞ്ഞിരപ്പള്ളി കുടുംബത്തിലെ ഓരെണ്ണത്തിന് ഇനി എന്തെങ്കിലും പോറലേറ്റാൽ ഓരൊറ്റ കഴിവേറിയുടെയും കഴുത്തിന് മേൽ തല കാണത്തില്ല. കാഞ്ഞിരപ്പള്ളി കറിയാച്ചന്റെ മകൻ ബേബിച്ചനാടായി പറയണത്. വാ ബേബിച്ച, ചീഞ്ഞവനെ തൊട്ടവനെ നടത്തുള്ളൂ. വാ. പറയിപ്പിച്ച് അടങ്ങുള്ളെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ എന്നാ ചെയ്യാ?